ജോ വാക്കർ ജയറാം കഴിഞ്ഞ ദിവസം ഓസ്ലറിന്റെ പ്രൊമോഷൻ വെച്ചിരുന്ന ഫണ്ട് ഈ കർഷകർക്ക് അവരുടെ പശുക്കൾ ചത്തുപോയതിനെ തുടർന്ന് അദ്ദേഹം കൊണ്ടേ കൊടുക്കുകയുണ്ടായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളിപ്പം പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്താതിരിക്കുക. ഓസ്ലറിന്റെ പ്രൊമോഷനാണ്, അതിനിപ്പോൾ എന്താണ് കുഴപ്പമുള്ളത്? ഓസ്ലറിന്റെ പ്രൊമോഷൻ ചെയ്യാൻ വെച്ചിരുന്ന ഫണ്ട് കുട്ടികൾ കൊടുത്തു, അത് നല്ലൊരു കാര്യമാണ്. അത് കൊടുത്താൽ എന്താ കുഴപ്പം? നാട്ടിലൊരു കാര്യം ചെയ്തതിന് അദ്ദേഹത്തെ കുറിച്ചിക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ച് ആഗ്രഹിക്കാതെ ഇതേപോലെ കർഷകർ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ജയറാമിന്റെ ഈ പെരുമാറ്റം ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നതാണ്. പക്ഷെ നമ്മളതിനൊക്കെ അതിലും ഒരു നെഗറ്റീവ് നമ്മൾ കാണുന്നു. എന്തോ ആയിക്കോളും, നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ തന്നെ അതിന് എത്രയോ കമ്പനികളുടെ പരസ്യം വേണം. അങ്ങനെ നമ്മൾ മിക്ക പ്രോഗ്രാം പോലും ഫ്രീ ആയിട്ട് നമ്മൾ കാണുക. അതേപോലെ നമ്മൾ കണ്ടത് എന്തോ കുഴപ്പമുള്ളത്? സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടല്ലേ? പ്രൊമോഷൻ ആയിക്കോട്ടെ, ഹോസ്റ്റലൊന്ന് സിനിമയുടെ പ്രൊമോഷൻ ആണെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, അതിനെന്താ? സിനിമയല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത്? അങ്ങനെ സിനിമ ഇറങ്ങുന്നത് നമ്മൾ എല്ലാവരും അറിയേണ്ട കാര്യവുമാണ്. ജാതിയോ മതമോ രാഷ്ട്രീയം ഒന്നൊന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സിനിമയുടെ പ്രൊമോഷനാണ്. ഹോസ്റ്റൽ വിജയിക്കുക, അതിന്റെ അനുഗ്രഹം അതിനുണ്ടാവട്ടെ. ചെയ്യുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താതിരിക്കുക. അതുകൊണ്ട് എന്താണ് ഗുണം? ഒരുപാട് കുട്ടികളും ഒരുപാട് കർഷകരും ഇതിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഒരുപാട് സഹായിക്കാൻ തയ്യാറാവും. ജയറാം മാത്രമല്ലല്ലോ, മമ്മൂട്ടി, പൃഥ്വിരാജ്, അവരൊക്കെ എന്തിനാ പ്രൊമോഷൻ നോക്കിയിട്ടാണ് ചെയ്തത്? യൂസഫ് അലി, ഇതൊക്കെ ചെയ്ത് പ്രൊമോഷൻ നോക്കിയിട്ടാണ്. അങ്ങനെയല്ല, നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ നന്നായി ചെയ്യട്ടെ. മന്ത്രിമാരും ഇവർ മാത്രമല്ല, നാട്ടിലുള്ള നല്ല നല്ല ആളുകൾ, പ്രഗത്ഭരായ ആൾക്കാർ എല്ലാവരും സഹായിക്കാനായിട്ട് ഒരു അവസരങ്ങൾ ഉണ്ടാവട്ടെ, അവർ ചെയ്യട്ടെ. ആളുകളും സഹായിക്കാൻ മനസ്സുള്ളവരായിരിക്കും. ഇതേപോലത്തെ വിമർശനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലരും അതിൽ ഒഴിഞ്ഞു മാറുന്നത്. എന്നിട്ട് ആരും അറിയാതെ ചെയ്യുന്നത്. അതിനേക്കാൾ ഉപരി ഇത് ചെയ്തത് നന്നായി. കാരണം നാളെയും ഇനി ഒരു ആപത്ത് നാടിന് വരുമ്പോൾ നേരെ നോക്കി നിൽക്കാതെ അത് ഇതുപോലെ ചെയ്യുന്ന മനസ്സുകളാണ് ഇനിയും നമുക്ക് വേണ്ടത്. എന്തായാലും കുട്ടി കർഷകരുടെ ജീവിതം വിജയിച്ച പോലെ ഇനിയുള്ള ആളുകൾ ഇതിലേക്ക് തിരിച്ചു വരികയും കൃഷിക്കാരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പോസ്റ്റർ സിനിമ വിജയിക്കട്ടെ. സിനിമകൾ നല്ലതായാൽ മാത്രമേ മലയാളികൾ പോയി കാണുള്ളൂ, അല്ലേ? നമ്മൾ ഹോസ്റ്റലറിൽ ജയറാം ഇങ്ങനെ ഒരു സഹായം ചെയ്തു എന്ന് കരുതി നമ്മൾ ഹോസ്റ്റൽ സിനിമ കാണാൻ വേണ്ടി പോകും. നല്ല സിനിമയാണെങ്കിൽ നമ്മൾ കാണുള്ളൂ. ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ വിമർശിക്കാതെ പ്രോത്സാഹിപ്പിക്കും. ഇനിയും ഇതുപോലെ ആപത്തുകൾ വരുമ്പോൾ നാട്ടുകാരെ സഹായിക്കാനായിട്ട് ഇനി ഇതുപോലെയുള്ള ആളുകൾ വരട്ടെ എന്നാണ് നമുക്ക് നോക്കുന്നത്. നഷ്ടം വന്നു കഴിയുമ്പോൾ അവരെ സഹായിക്കാൻ ഇതുപോലെ ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വരട്ടെ. ഇനിയും ഇതുപോലെ വൈറ്റ് കോളർ ജോബ് അല്ലാത്ത ജോലികൾ ചെയ്യാൻ, കൃഷിപ്പണികൾ ചെയ്യാൻ ഒരുപാട് യുവാക്കൾ ഇറങ്ങി വരട്ടെ. ഇവ കുട്ടികൾ നാളത്തേക്ക് ഒരു പ്രചോദനമായി മാറട്ടെ. അവരെ സഹായിച്ചതിലൂടെ എല്ലാ നന്മകളും സഹായിച്ചവർക്ക് കിട്ടട്ടെ. ഇതാണല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇതുപോലെ കുട്ടി കർഷകരുണ്ടെന്നും അവർക്ക് അവാർഡുകൾ കിട്ടുന്നുണ്ടെന്നും ഇതുപോലെ സംരംഭങ്ങൾ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുമെന്നും ചെറുപ്പത്തിലെ അവർക്ക് പ്രചോദനം നൽകുന്ന ഇതുപോലുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. കൃഷികൾ നശിക്കാതിരിക്കട്ടെ, ദുരന്തങ്ങൾ വരാതിരിക്കട്ടെ എന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. നമുക്ക് അവർക്ക് ദുരന്തം വന്നാൽ അവരോടൊപ്പം നിൽക്കേണ്ടത് നമ്മുടെ മലയാളികളുടെ ഓരോരുത്തരുടെയും കടമയാണ്. കാരണം കേരളത്തിൽ കൃഷി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്.